Hi friends, എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കോർണർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫോം കട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫോം ഇല്ലെങ്കിൽ നമ്മൾ തെർമോക്കോൽ എന്നും പറയും. അത് കട്ട് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു DIY എക്സ്പെരിമെൻ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് അടുത്താണ് എൻ്റെ ലൈക്കിനും കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഫോം കട്ടർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ ഇതേപോലത്തെ 2 ബാറ്ററി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ബാറ്ററി ഇല്ലെങ്കിൽ സീനൊന്നുമില്ല, നിങ്ങൾക്ക് 2 AA ബാറ്ററി യൂസ് ചെയ്യാം. പിന്നെ ഒരു പുഷ് സ്വിച്ചാണിത്. അപ്പോൾ ഇതിന് പ്രസ് ചെയ്യുമ്പം ഓണാവും, അല്ലാത്തപ്പോൾ ഓഫ് ആവുന്ന ടൈപ്പ് ഒരു സ്വിച്ചാണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു റീപ്പിൻ്റെ പീസാണ്, മരത്തിൻ്റെ റീപ്പിൻ്റെ പീസാണിത്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് 2 ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 13 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ലെങ്ത്തൊക്കെ വിഷയമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് നൈക്രോം വയറാണ്. അപ്പോൾ ഇത് നൈക്രോം വയർ നിങ്ങൾക്ക് ഇലക്ട്രിക് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പോയ CFL ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു വയർ ബൗണ്ട് റെസിസ്റ്റർ എന്ന് പറഞ്ഞ റെസിസ്റ്റർ ഉണ്ട്, അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ ഹീറ്റ് എലമെൻറ്റിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ നേരത്തെ കാണിച്ച റീപ്പിൻ്റെ പീസ് ഹോളുള്ള സൈഡ് ഫ്രണ്ടിലേക്ക് വരുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്തു, ബാറ്ററിയുടെ സൈഡിലേക്ക് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മെറ്റ റീപ്പിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഇച്ചിരിയും കൂടെ ഗ്ലൂ ഇടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ വയറൊക്കെ നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വയറൊക്കെ ഒട്ടിച്ച് സെറ്റായി. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് കണക്ട് ചെയ്യണം. അപ്പം നേരത്തെ എടുത്ത വയർ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിനാണ് എടുത്തത്. നമുക്ക് പോസിറ്റീവ് ടെർമിനലിന് ഒരു വയറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിൽ കൊടുക്കാം, മറ്റൊരു ടെർമിനലിന് വയറെടുത്ത് പുറത്തേക്ക് വിടാം. അപ്പോൾ ഞാൻ ഒരു വയർ പുറത്തേക്ക് വിടാൻ വേണ്ടി ഷോൾഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിച്ച് കണക്ട് ഉണ്ട്. ഹലോ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിന് സ്വിച്ചിൻ്റെ ഒരു ടെർമിനലിലേക്ക് ഷോൾഡർ ചെയ്ത് വെച്ചു. സ്വിച്ചിൻ്റെ അറ്റത്തുനിന്ന് വയർ പുറത്തേക്ക് ഒരെണ്ണം വിട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ കണ്ടോ, ബാറ്ററി ഞാൻ പാരലായി കൊടുത്തേക്കുന്നത്, അതായത് 2 ബാറ്ററിയുടെ പോസിറ്റീവ് മേളിലും നെഗറ്റീവ് താഴേക്കും വരുന്ന പോലെ ഷോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അതുകൊണ്ട് ഞാൻ സ്വിച്ച് ഉണ്ട് ഒരു അറ്റത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗ്ലൂ ഗൺ വെച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വയറിങ് കാണാം. ഇനി നമുക്ക് നൈക്രോം വയർ എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ടിലേക്ക് ഹോൾ വരുന്ന പോലെ വെക്കണമെന്ന് പറഞ്ഞ് അതിനാണ്. അപ്പം നൈക്രോം വയർ ആ ഹോളിൽ കൂടെ കയറ്റുക. ഓക്കെ, അപ്പം കയറ്റി കഴിഞ്ഞിട്ട് വയറെടുത്തിട്ട് നമ്മൾ സപ്ലൈ കൊടുത്ത വയർ നല്ലപോലെ ഇച്ചിരി ഒരുപാട് കൂടുതൽ സ്കിന്നെടുത്തിട്ട് നല്ലപോലെ ചുറ്റി കൊടുക്കുക. ഷോൾഡർ ചെയ്യുന്ന ആവശ്യമില്ല. ഷോൾഡർ ചെയ്താൽ അതിവിടെ ഹീറ്റാണെന്നുകൊണ്ട് ചിലപ്പം ഷോൾഡർ ചെയ്തത് വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷോൾഡർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഷോൾഡർ ചെയ്യുന്ന ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്തതും അവിടെ ഇങ്ങനെ ചുറ്റി വെച്ചു. ഇനി നമുക്ക് നെഗറ്റീവ് ടെർമിനലുള്ളതും കൂടെ ചുറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നൈക്രോം വയർ ഇങ്ങനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ലൈറ്റായിട്ട് ചുറ്റി വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഈ ചുറ്റി വെച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പം ഇത് വർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ നൈക്രോം വയർ ഹീറ്റാവും. അപ്പോൾ നമുക്ക് ഫോം കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേപോലെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമ്മുടെ നൈക്രോം വയർ ഹീറ്റാവും. നമുക്ക് ടെസ്റ്റ് ചെയ്താലോ. അപ്പോൾ നല്ല കട്ടിയുള്ള തെർമോക്കോൽ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ TV ഒക്കെ മേടിക്കുമ്പം വെക്കാൻ വേണ്ടി കിട്ടുന്ന ഫോമാണത്, നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് കട്ടായി പോകുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് മീ അഭിലാഷ് സൈനിങ് ഔട്ട്. ബൈ.